പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഒരു അപ്കമിങ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഫിഷറീസ് ഓഫീസർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ ചിട്ടയോടുകൂടിയ പഠനം, കൃത്യമായ പഠനം, അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യുക, എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ. ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കോൺഫിഡൻസും റിലയബിലിറ്റി കൂട്ടും അല്ലേ. അങ്ങനെ കുറച്ചധികം ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ്, നമുക്ക് ലാസ്റ്റ് എക്സാം നടന്നത് 2023 ലാസ്റ്റ് FO എക്സാം നടന്നത്, ഫിഷറീസ് ഓഫീസർ എക്സാം. അപ്പം നമുക്ക് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സോർട്ടഡ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So, our first question is, what is the FAO area code for Eastern Indian Ocean? Okay, അപ്പം FAO ഏരിയ കോഡാണ് ചോദിച്ചിരിക്കുന്നത്, ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഫിഷിംഗ് ഏരിയാസിനെ നമ്മുടെ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്, FAO നമ്മുടെ ഫിഷിംഗ് ഏരിയാസിനെ മേജർ മൈനർ ഫിഷിംഗ് ഏരിയാസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് FAO. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക, ആക്യുറേറ്റ് ആയിട്ട് ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ FAO കോഡിങ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ FAO മേജർ ആൻഡ് മൈനർ ഫിഷിംഗ് ഏരിയാസിൽ നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്, ഏരിയ കോഡ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് FAO ഏരിയ 51, FAO ഏരിയ 47, FAO ഏരിയ 61, FAO ഏരിയ 57, ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് FAO ഏരിയ 57. ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ അതിൻ്റെ FAO ഏരിയ കോഡ് എന്ന് പറയുന്നത് എന്താണ്? FAO ഏരിയ 57 ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. FAO ഏരിയ 51 അല്ലേ. FAO ഏരിയ 51 എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ ആണ്. അത് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം അത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനാണ് FAO ഏരിയ 51 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ FAO ഏരിയ 47 പറയുകയാണെങ്കിൽ FAO ഏരിയ 47 വരുന്നത് സൗത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ആണ്. ആൻഡ് 61 വരുന്നത് നോർത്ത് വെസ്റ്റ് പസഫിക് ആണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻസിനെ FAO കോഡും കൂടെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ്റെ FAO ഏരിയ കോഡാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതിൻ്റെ ആൻസർ FAO ഏരിയ 57 ആണ്. ഓക്കെ, അപ്പം അതാണ് FAO ഏരിയ കോഡ്, ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ വരുന്ന ഡിഫറെൻറ്റ് FAO ഏരിയാസ് ഏതൊക്കെ ഓഷ്യൻസ് ആണ്, ഓഷ്യാനിക് ഏരിയാസ് ആണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ദ മെത്തേഡ് യൂസ്ഡ് ടു അനാലിസിസ് ഓഫ് ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ ഇസ്. അപ്പം നമുക്ക് ഓപ്ഷൻസുകൾ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ്, പീറ്റേഴ്സൺ മെത്തേഡ്, മോഡൽ ക്ലാസ് പ്രോഗ്രഷൻ അനാലിസിസ്, ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ഓൾ ഓഫ് ദ അബവ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫിഷറീസ് ബയോളജിയിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിഷറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ എന്നുള്ളത് അല്ലേ. അപ്പോൾ ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ വെച്ചിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നത് ഫിഷറീസ് ബയോളജി അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, ഗ്രോത്ത്, മോർട്ടാലിറ്റി. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ്, ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുമ്പം അതിനകത്ത് ഡിഫറെൻറ്റ് മെത്തഡോളജീസ് വരുന്നുണ്ട്. അതാണ് എന്തൊക്കെയാണ്?
ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ്, പീറ്റേഴ്സൺ മെത്തേഡ്, മോഡൽ ക്ലാസ് പ്രോഗ്രഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് മെത്തഡോളജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിഫറൻസ് വന്നിട്ട് നമ്മൾ ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് തന്നെയാണ് എല്ലാ മെത്തഡോളജിയുടെയും എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. അപ്പം ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകൾ റിലേറ്റ് ചെയ്ത് ഗ്രോത്തും മോർട്ടാലിറ്റിയും എല്ലാം ഒരു സിംഗിൾ ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ലെങ്ത് അനാലിസിസ് ചെയ്യും, ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യും. പീറ്റേഴ്സൺ മെത്തേഡ് ആണെങ്കിലും മോഡൽ ക്ലാസ് ഫ്രീക്വൻസി പീക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. മോഡൽ ക്ലാസ് പ്രോഗ്രഷൻ അനാലിസിസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ മോഡൽ ക്ലാസ് അതിൻ്റെ പ്രോഗ്രഷൻ അനുസരിച്ചിട്ട് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് കണ്ടക്ട് ചെയ്യും, ലെങ്ത് ഫ്രീക്വൻസി ഡേറ്റ കളക്ട് ചെയ്യും. അപ്പോൾ ഫിഷറീസ് ബയോളജിയിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ഫിഷിൻ്റെ ഗ്രോത്ത്, മോർട്ടാലിറ്റി, റിക്രൂട്ട്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ്. ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് നമുക്ക് പല മെത്തേഡ്സ് വഴി ചെയ്യാം. അതിനുള്ള മെത്തേഡ്സ് ആണ് ഇൻറ്റഗ്രേറ്റഡ് മെത്തേഡ്, പീറ്റേഴ്സൺ മെത്തേഡ്, മോഡൽ ക്ലാസ് പ്രോഗ്രഷൻ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. Our third question is, select the deep sea shrimps from the following. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഡീപ് സീ ഷ്രിമ്പുകളെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്, സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ പലേമോൺ, ഹിപ്പോലിസ്മേറ്റ, സോളിനോസെറ ആൻഡ് നൺ ഓഫ് ദ അബവ് എന്നാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ അറിയാം ഇതെല്ലാം നമ്മുടെ ഷ്രിമ്പുകളുടെ ജീനസ് നെയിമാണ്, ജീനസ് ആണ്. ഓക്കെ, ടാക്സോണമി നമ്മൾ ടാക്സോണമിക്കലി പറയുമ്പം ഷ്രിംപ് ജീനസ് നെയിമാണ്, നോമൻക്ലേച്ചറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഡീപ് സീ ഷ്രിംപ് ഏതാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് സൊളിനോസെറയാണ്, സൊളിനോസെറോ ജീനസ് ആണ്. ദീസ് ആർ എക്സ്ക്ലൂസീവ്ലി ഡീപ് സീ ഷ്രിംപ്സ്. ഓക്കെ, ഇതാണ് ഡീപ് സീ ഷ്രിംപ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെയോ, പലേമോൺ, ഹിപ്പോലിസ്മേറ്റ ഒക്കെ ആണെങ്കിലോ, പലേമോൺ എന്ന് പറയുന്നത് മെയിൻലി നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ഹാബിറ്റാറ്റ്, നമുക്ക് ഈ ഹാബിറ്റാറ്റ് വൈസ് ആണ് നമ്മൾ ഷ്രിംപ് സ്പീഷീസുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, മറൈൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മറൈനിൽ തന്നെ നമുക്ക് കോസ്റ്റൽ ഷ്രിംപുകളുണ്ട്, ഡീപ് സീ ഷ്രിംപുകൾ, അങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ ലെവൽസ് വരുന്നത്. അപ്പം പലേമോൺ എടുക്കുകയാണെങ്കിൽ കൂടുതലും പലേമോൺ ജീനസിൽ വരുന്ന ഷ്രിംപ്സ് ഫ്രഷ് വാട്ടർ ആൻഡ് എസ്റ്റോറൈൻ ഫോംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹിപ്പോലിസ്മേറ്റ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഹാബിറ്ററ്റ് ഇറ്റ് ഈസ് എ മറൈൻ ഷ്രിംപ്. ഓക്കെ, മറൈൻ ഷ്രിംപ് ആണ്, ബട്ട് നോട്ട് സോ ഡീപ് സീ വൺ. ഒരു കോസ്റ്റൽ ലഗൂൺസിലോ അല്ലെങ്കിൽ ലഗൂൺ റീജിയനിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനിലൊക്കെ കാണുന്ന ഷ്രിംപ് ജീനസ് ആണ് ഹിപ്പോലിസ്മേറ്റയുടേത്. ഓക്കെ, അപ്പം സോളിനോസെറ ജീനസ് ആണ് എക്സ്ക്ലൂസീവ്ലി. ദീസ് ആർ മൊറൈൻ ഡീപ് സീ ഷ്രിംപ്സ്. അപ്പം നമ്മളോട് ചോദിച്ചിരുന്നത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടിരുന്ന ഡീപ് സീ ഷ്രിംപിനെയാണ്, അത് സോളിനോസെറയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, our next question is, catamaran of Andhra Pradesh is locally known as. Okay, അപ്പം catamaran എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. catamaran is actually ട്രഡീഷണൽ ഫിഷിംഗ് ക്രാഫ്റ്റ് ആണ് catamaran എന്ന് പറയുന്നത്. And so the fishing crafts, especially these traditional fishing crafts, actually these catamarans are made by lashing of different logs. Okay, പലതരത്തിലുള്ള തടികളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ട്രഡീഷണലി മേക്ക് ഓൺ ചെയ്യുന്ന ക്രാഫ്റ്റാണ് catamaran എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് കൂടുതലും കോസ്റ്റൽ ഏരിയാസ് ആണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ് അല്ലേ, നമുക്ക് ഇന്ത്യയിൽ കോസ്റ്റൽ സ്റ്റേറ്റ്സുകളെല്ലാം തന്നെ അതിൻ്റെതായ കട്ടമറൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഡിഫറെൻറ്റ് റീജിയണൽ നെയിംസുകളും ഈ കട്ടമറൻസ് ഡിഫറെൻറ്റ് റീജിയണൽ നെയിംസിലാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അപ്പം ഡിഫറെൻറ്റ് റീജിയണൽ നെയിംസിലാണ് ഒരേ ട്രഡീഷണൽ ക്രാഫ്റ്റിനെ തന്നെ ഓരോ സ്റ്റേറ്റ്സിലും അറിയപ്പെടുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് catamaran ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് ലോക്കലി നോൺ ആസ് എന്നാണ്. അപ്പം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ ദെയർ. ഔഡം, ടിപ്പലു, ബേപ്പുതോണി, ധിങ്കി എന്നീ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം തന്നെയും എന്താണ്
ട്രഡീഷണൽ കട്ടമരൻ നെയിംസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലാണ് എന്നേ ഉള്ളൂ. നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കട്ടമരൻ ഫിഷിംഗ് ക്രാഫ്റ്റ് ഏതാണ്, കട്ടമരൻ്റെ റീജിയണൽ നെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി റിലേറ്റഡ് വിത്ത് തെലുഗു അല്ലെ, തെലുഗു ആണ് അവിടെ വരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ആൻഡ് ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ടെപ്പലു ആണ്. ടെപ്പലു എന്നാണ് നമ്മൾ ലോക്കലി നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കട്ടമരൻ റീജിയണലി ലോക്കലി നമ്മൾ വിളിക്കുന്ന പേര് നെയിം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. കട്ടമരൻ ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് ലോക്കലി നോൺ ആസ് തിപ്പൻ. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ആന്ധ്രാപ്രദേശിലെ കട്ടമരൻ റീജിയണലി നോൺ ആസ് തെപ്പലു. അപ്പം ബാക്കി നമ്മുടെ ഓപ്ഷൻസുകളൊക്കെയോ ഓടം, ബേപ്പു തോണി, ഡിങ്കി. അപ്പോൾ ഇതും എന്തായാലും ഇതൊക്കെയും റീജിയണൽ നെയിംസുകൾ തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി റിലേറ്റഡ് വിത്ത് ട്രഡീഷണൽ കട്ടമരൻസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഓടം ആക്ച്വലി കട്ടമരൻ്റെ നെയിമാണ്, ലോക്കൽ നെയിമാണ്, റീജിയണൽ നെയിമാണ്. തമിഴ്നാടുവിലാണ് ഓടം ട്രഡീഷണൽ ക്രാഫ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ബേപ്പു തോണി. ബേപ്പു തോണി നമ്മൾ ട്രഡീഷണൽ കട്ടമരനെ വിളിക്കുന്നത് ഏത് റീജിയനിലാണ്, ഏത് കോസ്റ്റൽ സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അത് ഒഡീസയിലാണ്. ആൻഡ് ഡിങ്കി that's a local name for the traditional catamaran of West Bengal. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ട്രഡീഷണൽ കട്ടമരൻ്റെ ഡിഫറെൻറ്റ് ട്രഡീഷണൽ നെയിംസ്, റീജിയണൽ നെയിംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ് കട്ടമരൻ ഓഫ് ആന്ധ്രാപ്രദേശ്, ദാറ്റ്സ് ലോക്കൽ നെയിം അല്ലെങ്കിൽ റീജിയണൽ നെയിം ആയിരുന്നു. ആൻഡ് ദ ആൻസർ ഇസ് തിപ്പല്ലു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ. Hope all understood the question. Our next question is, the first steel ship was built in the year. Again, fishing craft related question അല്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റീൽ ഷിപ്പ് ബിൽഡ് ചെയ്ത ഇയർ ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1878, 1898, 1988, 1978. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1878 ആണ്. 1878. അപ്പം അത് നമുക്ക് പഠിച്ചിരിക്കാനേ പറ്റുള്ളൂ. നമ്മളത് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി പഠിക്കുമ്പം അതിൻ്റെ എന്താ പറയുക ഹിസ്റ്ററി എന്ന് പഠിച്ചു വരുമ്പം നമ്മൾ പഠിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റീൽ ഷിപ്പിൻ ബിൽഡ് ചെയ്തത് ഇയർ എന്ന് പറയുന്നത് 1878 ആണ്. അപ്പം അതിന് മുന്നേ അതെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദിസ് വാസ് എ ബ്രേക്ക് ത്രൂ. ആക്ച്വലി നമ്മുടെ ഷിപ്പ് ക്രാഫ്റ്റുകളൊക്കെ ബിൽഡ് ഓൺ ചെയ്തിരുന്നത് ആദ്യ കാലങ്ങളിൽ വുഡ് കൊണ്ടായിരുന്നു. പിന്നീട് അത് എന്താണ് കുറച്ചും കൂടെ മോഡേണൈസേഷൻ ആണ്, അയണിലേക്ക് മാറി. അപ്പം വുഡ് നമുക്കറിയാം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല, റെസിസ്റ്റൻസ് ഉള്ളതല്ല, നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലാണ് അല്ലേ. അതിനുശേഷമാണ് അയൺ കൊണ്ടുവന്നപ്പോഴത്തേക്കും അയൺ മെറ്റീരിയൽ കൊണ്ട് ഷിപ്പ് ബിൽഡ് ചെയ്തപ്പോഴത്തേക്കും അവിടെ കൊറോഷൻ എന്നുള്ള വലിയൊരു പ്രശ്നം, ഓക്കെ, ഡിസഡ്വാൻറ്റേജ് കണ്ടു തുടങ്ങി. അപ്പോൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പിന്നെ സ്റ്റീൽ ഷിപ്പാണ് പിന്നീട് ഡിവൈസ് ചെയ്തത്. അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു സ്റ്റീൽ ഷിപ്പിൻ്റേത്. കുറച്ചൊക്കെ അതിന് കൊറോഷൻ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ ആക്ച്വലി ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1878. ആൻഡ് ദ ഫസ്റ്റ് കാർഗോ സ്റ്റീൽ ഷിപ്പ് എന്ന് പറയുന്നത് SS സൊറോസ്റ്റർ ആണ്. ഓക്കെ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പം 1898, 1988, 1978. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ 1988, 1978 അഗെയിൻ ദിസ് റിലേറ്റ്സ് വിത്ത് അനദർ സെഞ്ചുറി. നമ്മുടെ ആ സെഞ്ചുറിയിലേ അല്ല അല്ലേ, അല്ലെങ്കിൽ അതുമായിട്ട് ഒട്ടും റിലേഷൻ ഇല്ല. അപ്പോൾ നമുക്കത് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ വരുന്നതോ 1898 ആണ്, സംവാട്ട് റിലേറ്റഡ് വിത്ത് 78. അപ്പം നമുക്കത് 98 എന്നൊക്കെ പറയുമ്പം ആ സെഞ്ചുറിയുടെ ലേറ്റ് കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടം അങ്ങനെ മനസ്സിലാക്കുക. അപ്പം അത് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആ ഒരു എന്താ പറയുക പർട്ടിക്കുലർ പീരിയഡിനെ പറ്റിയിട്ട് സ്റ്റീൽ ഷിപ്പിൻ്റെ ഡിവൈസ്മെൻറ്റ് നടന്നത് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്, ഏത് ഇയർ ആണ് എന്നുള്ളത്. ഓക്കെ, അതാണ് 1878 ഫസ്റ്റ് സ്റ്റീൽ ഷിപ്പ് ബിൽഡ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. 6th question, that is the device used to show the GST and for identifying the longitude is. GST എന്ന് വെച്ചാൽ ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് ടൈം.
ഓക്കെ, ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് ടൈം ഷോ ചെയ്യുന്ന, അതേപോലെ തന്നെ ഓൾസോ ഫോർ ഐഡന്റിഫൈങ് ദ ലോഞ്ചിറ്റ്യൂഡ്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ്ലി വരുന്നത് നമ്മുടെ ഫിഷറീസ് നാവിഗേഷൻ സീമാൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നതാണ് ദ ഡിവൈസ് or the marine device used for showing the Greenwich Standard time as well as identifying the longitude is particularly chronometer. Okay, marine clock എന്നാണ് നമ്മൾ പറയുന്നത്, chronometer ആണ്. അപ്പം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ ദെയർ, aneroid barometer, gyro compass, sextants, chronometer. അതിൽ നമുക്ക് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇസ് chronometer. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള നമ്മുടെ ആൻസർ ഇസ് chronometer. അതാണ് ക്രോണോമീറ്ററിന് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. നമ്മുടെ നാവിഗേഷനിൽ GST ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് ടൈം ഷോ ചെയ്യാൻ, അതുപോലെ തന്നെ ഫോർ ഐഡന്റിഫൈയിങ് ദിസ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് ക്രോണോമീറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസുകളൊക്കെ എന്താണ് അത് അഗെയിൻ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, റീഡ് ഓൺ ചെയ്യുമ്പോൾ അറിയാം. ദീസ് ആർ ഓൾ ഇൻസ്ട്രുമെന്റ്സ് ഒൺലി. അപ്പോൾ അവരുടെ ഫംഗ്ഷനും കൂടെ നമുക്കൊന്ന് അറിഞ്ഞു പോകാം. ഫസ്റ്റ് അനിറോയിഡ് ബാരോമീറ്റർ. അനിറോയിഡ് ബാരോമീറ്റർ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. ബാരോമീറ്റർ, അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ മെഷറിംഗ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗൈറോ കോമ്പസ് ആണെങ്കിലോ, കോമ്പസ് ആണ് അല്ലേ. അപ്പം ഡിറക്ഷൻ തരും, പക്ഷെ ലോഞ്ചിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷോസ് ഡിറക്ഷൻ ബട്ട് നോട്ട് ലോഞ്ചിറ്റ്യൂഡ്. നാവിഗേഷൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് GSTയും ലോഞ്ചിറ്റ്യൂഡ്സും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പം ഗൈറോ കോമ്പസ് ഇറ്റ് ഷോസ് ഡിറക്ഷൻ ബട്ട് നോട്ട് ലോഞ്ചിറ്റ്യൂഡ്. സെക്സ്റ്റൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്, അടുത്ത ഓപ്ഷൻ. ഈ സെക്സ്റ്റൻസിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് മെഷേഴ്സ് ആംഗിൾ ബിറ്റ്വീൻ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് സെക്സ്റ്റൻസ് വരുന്നത്. അപ്പം ഈ ഇൻസ്ട്രുമെന്റ്സിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പർപ്പസസ് ആണ് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ബാരോമീറ്റർ, അനെറോയിഡ് ബാരോമീറ്റർ. ഗൈറോ കോമ്പസ് ഇസ് ഫോർ ഷോയിങ് ഡിറക്ഷൻ ബട്ട് നോട്ട് ലോഞ്ചിറ്റ്യൂഡ്. സെക്സ്റ്റൻസ് ഇസ് ഫോർ മെഷറിംഗ് ദ ആംഗിൾ ബിറ്റ്വീൻ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്. ഓക്കെ, ആൻഡ് ഹൊറൈസൺ. അപ്പം ഇതൊന്നും നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിട്ട് ബന്ധമില്ല. നമുക്ക് വേണ്ടുന്നത് GSTയും അതുപോലെ ഗ്രീൻവിച്ച് സ്റ്റാൻഡേർഡ് ടൈം ഷോ ചെയ്യണം, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ക്രോണോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th question is copper containing proteins found in the blood of crustaceans like shrimp, crab are. Okay, എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ക്രസ്റ്റേഷ്യൻ ബ്ലഡിൽ, ഷ്രിംപ് ക്രാബ് ഒക്കെ ക്രസ്റ്റേഷ്യൻസ് ആണ് നമുക്കറിയാം, അവരുടെ ബ്ലഡിൽ നമ്മൾ അതിൽ കാണപ്പെടുന്ന കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് ആർ പ്ലാസ്റ്റോസയാനിൻസ്, ഹീമോസയാനിൻസ്, അസ്യൂറിൻ, മയോസിൻ. ഓക്കെ, അപ്പം നമുക്കറിയാം ക്രസ്റ്റേഷ്യൻസിന്, നമുക്ക് ഹ്യൂമൻ ബീങ്സിന് റെസ്പിറേറ്ററി പിഗ്മെന്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ. വി ആർ വേർട്ടിബ്രേറ്റ്സ്, ക്രസ്റ്റേഷ്യൻസ് ഒക്കെ ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ കേസ് എടുക്കുമ്പം അവിടുത്തെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കോപ്പർ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു റെസ്പിറേറ്ററി പിഗ്മെന്റ് ആണ്, ദാറ്റ് ഇസ് ഹീമോസയാനിൻ. നമ്മുടെ ആൻസർ വരുന്നത് ഹീമോസയാനിൻ, ഓപ്ഷൻ ബി ഹീമോസയാനിൻ ആണ്. ദാറ്റ് ഇസ് എ പർട്ടിക്കുലർ കോപ്പർ കണ്ടെയ്നിങ് പിഗ്മെന്റ് ഓർ പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ ആണ്, കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ക്രസ്റ്റേഷ്യൻസ്. അപ്പം ഹീമോസൈനൻസ് നമ്മളത് വളരെ ബേസിക് സയൻസ് ക്ലാസ്സസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് നമുക്കറിയാം, നമ്മൾ ക്രസ്റ്റേഷ്യൻസിൻ്റെ അനാട്ടമി ആണെങ്കിലും ഫിസിയോളജി ആണെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ആൻഡ് വേറെ മറ്റു ഓപ്ഷൻസുകളൊക്കെ നോക്കിയാലോ. പ്ലാസ്റ്റോസയാനിൻ അല്ലേ, ഓപ്ഷൻ എ ഈസ് പ്ലാസ്റ്റോസയാനിൻ. പ്ലാസ്റ്റോസയാനിൻ എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ കിൻഡോമായിട്ട് ഒരു ബന്ധവും ഇല്ല. ദിസ് ഇസ് എ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. അതാണ് പ്ലാസ്റ്റോസയാനിൻ.
അപ്പം അത് ഈസി നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് എസ്ച്വറി. എസ്റ്റുറിൻ ഈസ് ആക്ച്വലി കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ്, പക്ഷെങ്കിൽ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയാസ് ആണ്. നമ്മുടെ ക്രസ്റ്റേഷ്യൻസിനല്ല, ബാക്ടീരിയാസിൽ കാണുന്ന കോപ്പർ പ്രോട്ടീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മയോസിൻ. മയോസിൻ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പ്രോട്ടീൻ മീൻസ് ദാറ്റ് ഇസ് എ മസിൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, കോപ്പർ പ്രോട്ടീൻ അല്ല, ഇറ്റ്സ് മസിൽ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ആനിമൽസ്. അപ്പം ബ്ലഡുമായിട്ട് അതിന് റിലേഷൻ ഇല്ല, മസിൽ പ്രോട്ടീൻ ആണ്. പ്ലാസ്റ്റോസൈനിൻ പ്ലാന്റ് കിണ്ടത്തിലാണ്. പിന്നെ എസ്യൂരിൻ എന്ന് പറയുന്നത് അഗെയിൻ ദീസ് ആർ ഫൗണ്ട് ഇൻ എന്താണ് ബാക്ടീരിയാസിലാണ് അല്ലേ, ബാക്ടീരിയാസിലെ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ്. അപ്പം അത് നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഹീമോസൈൻ ഇസ് ദ ആൻസർ. ദാറ്റ് ഇസ് എ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ഓഫ് ക്രസ്റ്റേഷ്യൻസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എ ക്വസ്റ്റ്യൻ. Our next question is the freezer used for producing frozen block product. Okay, നമ്മൾ ഫ്രീസർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയിൽ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഫ്രീസിങ് ടെക്നിക്, ഇമ്പോർട്ടൻറ്റ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് എന്നുള്ളത് അല്ലേ. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് എ ഫ്രീസർ യൂസ് ഫോർ പ്രൊഡ്യൂസിങ് എ ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്റ്റ് എന്നാണ്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ, individual quick freezer, plate freezer, as well as cryogenic freezer. Okay, അപ്പോൾ ഈ 4 ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീസേഴ്സ് പഠിച്ചു പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് പ്ലേറ്റ് ഫ്രീസർ വഴി ഫ്രീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദാറ്റ് ഇസ് പ്ലേറ്റ് ഫ്രീസർ is used for getting frozen block products by keeping them in refrigerated metal plates. കോണ്ടാക്റ്റിൽ കീപ്പ് ചെയ്യാണ്, റെഫ്രിജറേറ്റഡ് മെറ്റൽ പ്ലേറ്റ്സിൽ കോണ്ടാക്റ്റിൽ കീപ്പ് ചെയ്ത് ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്ട്സ് ആണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ആ ഫ്രോസൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്ലേറ്റ് ഫ്രീസർ യൂസ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പം അഗെയിൻ ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ. അപ്പോൾ ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ വി നോ ബൈ ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ലിക്വിഡ് നൈട്രജൻ ആണ് അല്ലേ. ലിക്വിഡ് നൈട്രജൻ ആണ് ഇവിടെ യൂസ് ചെയ്താണ് ഫ്രീസിങ് അച്ചീവ് ചെയ്യുന്നത്. -196°C നൈട്രജൻ അല്ലേ, അത് കീപ്പ് ഓൺ ചെയ്ത് ലിക്വിഡ് നൈട്രജൻ്റെ ഹെൽപ്പോട് കൂടി ഫ്രീസിങ് അച്ചീവ് ചെയ്യുന്നു. അതാണ് ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ക്യൂക്ക് ഫ്രീസർ. ഇൻഡിവിജ്വൽ ക്യൂക്ക് ഫ്രീസർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ യൂസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി ക്യൂക്ക് ഫ്രോസൺ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അഗെയിൻ ഇതിൻ്റെ വേറൊരു ഇതാണ് ഇൻഡിവിജ്വൽ ക്യൂക്ക് ഫ്രീസർ എന്ന് പറയുമ്പം നമ്മൾ എന്താണ് ഈ ബ്ലോക്സുകളല്ല നമുക്ക് കിട്ടുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യൂക്ക് ഫ്രോസൺ പ്രോഡക്റ്റുകളാണ് നമുക്ക് IQF ഇൻഡിവിജ്വൽ ക്യൂക്ക് ഫ്രീസർ വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ക്രയോജനിക് ഫ്രീസർ. ക്രയോജനിക് ഫ്രീസർ എന്താണ്? ക്രയോജനിക് എന്ന് പറഞ്ഞാൽ തന്നെ മീൻ ചെയ്യുന്നത് ഇറ്റ് യൂസസ് ലിക്വിഡ് നൈട്രജൻ ആസ് ഇറ്റ് മീഡിയം. ലിക്വിഡ് നൈട്രജൻ ഫ്രീസറെ തന്നെയാണെങ്കിൽ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്ത് ഫ്രീസിങ് അച്ചീവ് ചെയ്യുന്നതിന് ക്രയോജനിക് ഫ്രീസർ ആ ടൈപ്പിനെയാണ് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് ഫ്രീസറിനെയാണ് ക്രയോജനിക് ഫ്രീസർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇത് ബാക്കി ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്റ്റ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫ്രീസർ ഫോർ ഫ്രോസൺ ബ്ലോക്ക് പ്രോഡക്റ്റ് ഓപ്ഷൻ വരുന്നത് അല്ലെങ്കിൽ മീൻസ് ആൻസർ വരുന്നത് എന്തായാലും പ്ലേറ്റ് ഫ്രീസറേ വരുള്ളൂ. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾക്ക് ഒന്നും തന്നെ ഒരു റിലേഷൻ ഇല്ല, അവരെ തമ്മിൽ മീൻസ് കണക്ഷൻ ഉണ്ട്. ലിക്വിഡ് നൈട്രജൻ ഫ്രീസർ ആണ്, ക്രയോജനിക് ഫ്രീസർ, ഇൻഡിവിജ്വൽ ക്യൂക്ക് ഫ്രീസർ, ഇതെല്ലാം ഏകദേശം ഒരെണ്ണത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഇൻഡിവിജ്വലി ക്യൂക്ക് ഫ്രോസൺ ആയിട്ടുള്ള പീസസ് അല്ലാത്ത ക്ലംസ് അങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ ബ്ലോക്സുകളായിട്ട് കിട്ടാത്ത ഇൻഡിവിജ്വലി ക്യൂക്ക് ഫ്രോസൺ ആയിട്ടുള്ള പീസസ് ആയിട്ടുള്ള എന്താണ് ഫ്രോസൺ പ്രോഡക്റ്റുകൾ കിട്ടുന്നതാണ് ബാക്കിയുള്ള ഫ്രീസറുകളെല്ലാം തന്നെ. അപ്പം ബാക്കി ബ്ലോക്ക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് പ്ലേറ്റ് ഫ്രീസർ വഴി മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് 9th question is consider the following statements. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസേർഷൻ റീസൺ ഫോമിലാണ് തന്നിരിക്കുന്നത്. അസേർഷൻ ആൻഡ് റീസൺ. അസേർഷൻ is in canning process after filling the material exhausting must be done. Okay, and reason is to prevent the oxidation of fat and consequent deterioration എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നു കാനിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്. അപ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽ ഫിൽ ചെയ്ത് കഴിഞ്ഞ്
എക്സോസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സോസ്റ്റിംഗ് ചെയ്യുക എന്ന് വെച്ചാൽ എയർ എല്ലാം തന്നെ നമ്മളിങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. അവിടുന്ന് എക്സോസ്റ്റ് ചെയ്യുക, എയർ എക്സോസ്റ്റ് ആൻഡ് സീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരിക്കുന്ന റീസൺ ഇസ് ടു പ്രിവെന്റ് ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ് ആസ് വെൽ ആസ് കോൺസിക്വന്റ് ഡീറ്റിയോറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നൗ സെലക്ട് യുവർ ആൻസർ അക്കോർഡിംഗ് ടു ദ കോഡിംഗ് സ്കീം ഗിവൺ ബിലോ. നമുക്കൊരു 4 ഓപ്ഷൻ ആണുള്ളത്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. Both assertion and reason are true, but reason is not the correct explanation of assertion. And assertion is true, but reason is false. Assertion is false and reason is true. അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ കാനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പം ഓക്കെ, എക്സോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇറ്റ് റിമൂവ്സ് ദ എയർ ഫ്രം ദ ഏരിയ. അപ്പം നമ്മൾ വൺസ് മെറ്റീരിയൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്യാനിൽ മെറ്റീരിയൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടാപ്പിംഗ് ഔട്ട് ഓൾ ദ എയർ. അപ്പം എന്നിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എക്സോസ്റ്റിംഗ് മസ്റ്റ് ബി ഡൺ ഡ്യൂറിങ് ക്യാനിങ്. ഓക്കെ, ആൻഡ് ദാറ്റ് ടു ആഫ്റ്റർ ഫില്ലിംഗ് ദ മെറ്റീരിയൽ ഓൺലി. ആൻഡ് റീസൺ നമുക്ക് നോക്കിയാൽ, അപ്പോൾ അത് ട്രൂ ആണ്. റീസൺ നോക്കിയാൽ ഇറ്റ് ഇസ് ടു പ്രിവെന്റ് ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ് ആൻഡ് കോൺസിക്വന്റ് ഡീറ്റിയോറേഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എക്സോസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ഫാറ്റ് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്ത് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ്. അത് കറക്റ്റാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളങ്ങനെ എക്സോസ്റ്റിംഗ് സ്റ്റെപ്പ് നമ്മൾ ക്യാനിങ്ങിൽ ചെയ്യുന്നത്. സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മെയിനായിട്ട് ലിപ്പിഡ് ഓക്സിഡേഷൻ കാരണമുള്ള സ്പോയിലേജ് ആണ്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ആൻഡ് ദിസ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ബിക്കോസ് അതിനെ നമ്മൾ ന്യായീകരിക്കുവാണ് അല്ലേ. അസേർഷനെ കറക്റ്റ് റീസൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ 2 ഓപ്ഷനും നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്ക് അറിയാം, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അപ്പോൾ പിന്നെ വരുന്നത് ഇത് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം ദാറ്റ് ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നുള്ളത്. സോ ആർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Our next question is, 10th question is, dash is the method used for transportation of ornamental fishes. നമ്മൾ യൂഷ്വലി ഓർണമെന്റൽ ഫിഷസ് അല്ലേ, നമ്മൾ ഓർണമെന്റൽ ഫിഷസിനെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് ക്യാരി ഓൺ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് they have given the options as tank method, plastic bag method, waterless method, oxygenated containers. ആൻഡ് വി നോ, നമുക്കറിയാം നമ്മളത് നമ്മളിപ്പം ഓർണമെന്റൽ ഫിഷസ് വാങ്ങിക്കാനായിട്ട് വളരെ ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്കറിയാം ഓർണമെന്റൽ ഫിഷസ് നമുക്ക് കിട്ടുന്നത് തന്നെ പ്ലാസ്റ്റിക് ബാഗ്സിലാണ്, പൊളിത്തീൻ ബാഗ്സിൽ, ഹാഫ് ഫിൽഡ് വാട്ടർ, ഹാഫ് ഫിൽഡ് ഓക്സിജൻ അല്ലേ. അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടിന് കിട്ടുന്നത് ഓർണമെന്റൽ ഫിഷസ്. നമ്മളെ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ, ഓർണമെന്റൽസിനെ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് അല്ലേ. ഇനിയിപ്പം നമ്മൾ ഓർണമെന്റൽസിനെ വളർത്തി കൊടുക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അതിന് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡാണ്. Plastic bag method is used for the transportation of, that is even small to medium transportation ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർ ലാർജ് ട്രാൻസ്പോർട്ടേഷൻ നമ്മളത് ഇങ്ങനെ ആക്കി ഇൻസുലേറ്റഡ് കണ്ടെയ്നേഴ്സിൽ കീപ്പ് ചെയ്ത് ലാർജ് സ്കെയിൽ ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പം പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡാണ് വരുന്നത്. ബാക്കി ഒക്കെ പറഞ്ഞിരിക്കുന്ന ടാങ്ക് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബൾക്കിയർ ആയിട്ടുള്ള മെത്തേഡാണ്. കണ്ടെയ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാങ്ക്സ് കണ്ടെയ്നേഴ്സിനൊക്കെയാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഓർണമെന്റലിൻ്റെ ട്രാൻസ്പോർട്ടിൽ വരുന്നില്ല, ഓർണമെന്റൽ ഫിഷസ് ട്രാൻസ്പോർട്ട് വരുന്നില്ല. അനദർ വൺ ഈസ് വാട്ടർലെസ് മെത്തേഡ് നമ്മൾ അങ്ങനെ ഓർണമെന്റൽ ഫിഷസിൻ്റെ കേസിൽ പ്രാക്ടീസ് ചെയ്യാറില്ല. കൂടുതലും ഇപ്പം ഡെസിക്കേഷനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഈൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മഡ് ഫിഷസ്, അങ്ങനത്തെ ഫിഷ് സ്പീഷീസിലൊക്കെ നമ്മളത് ട്രൈ ചെയ്യാറുള്ളൂ. ദാറ്റ്സ് നോട്ട് കോമൺ ഓൾസോ. അപ്പം വാട്ടർ വേണം അല്ലേ, വാട്ടറും ഓക്സിജനും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് കണ്ടെയ്നർ ആണ് അടുത്തൊരു ഓപ്ഷൻ. ഓക്സിജനേറ്റഡ് കണ്ടെയ്നർ എന്ന് പറയുമ്പോഴും അത് നമുക്ക് അത്ര അങ്ങോട്ട് റിലയബിൾ അല്ല. കണ്ടെയ്നേഴ്സ് വി യൂഷ്വലി നോട്ട് പ്രിഫർ. അപ്പം നമുക്ക് ക്യാരി ഓൺ ചെയ്യാനുള്ള ഈസിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിൽ ഓൾവേസ് യൂസ് പ്ലാസ്റ്റിക് ബാഗ് മെത്തേഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓർണമെന്റൽ ഫിഷസ്. ഓക്കെ, next question is, food safety control system ensures all unit operations of a process are so controlled to preclude any health hazard is known as. Okay, അപ്പം ഫുഡ് സേഫ്റ്റി കൺട്രോൾ സിസ്റ്റം എൻഷേഴ്സ് ഓൾ യൂണിറ്റ് ഓപ്പറേഷൻസ് ഓഫ് എ പ്രോസസ് ആർ സോ കൺട്രോൾഡ് ടു പ്രിക്ലൂഡ് എനി ഹെൽത്ത് ഹസാർഡ്. അപ്പം ഹെൽത്ത് ഹസാർഡ് ഒന്നുമില്ല
നമ്മുടെ ഫുഡ് സേഫ്റ്റി സിസ്റ്റം അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നത്, അതിൻ്റെ ഒരു എന്താ പറയുക ആ കൺട്രോൾ സിസ്റ്റം, ആ പ്രിവെൻറ്റീവ് മെഷർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് EIA, CCP, HSCCP, BAP. അപ്പം നമ്മൾ പഠിച്ചു പോകുമ്പം ഇതിൻ്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം HSCCP എന്ന് വെച്ചാൽ അതിൻ്റെ HSCCP ഫുൾ ഫോം വരുന്നത് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നാണ്. നെക്സ്റ്റ് വരുന്നത് EIA. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യും. അതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയും. BAP എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസസ് ആണ്. And CCP is critical control points. അപ്പോൾ ഇതിന് ഫുൾ ഫോം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി കൺട്രോൾ സിസ്റ്റത്തിൽ അല്ലേ, നമ്മുടെ എന്താ പറയുക ഫിഷ് ആസ് എ ഫുഡ് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫിഷറീസ് പ്ലാന്റുകളിലൊക്കെ ആണെങ്കിൽ പ്രോസസ്സിംഗ് പ്ലാന്റുകളിലൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ്. ആ പ്രോസസ്സസ് വെൻ ദാറ്റ് പ്രോസസ് ആർ കൺട്രോൾ ടു പ്രിക്ലൂഡ് എനി ഹസാർഡ് വി കോൾ ദാറ്റ് ആസ് HACCP, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അതാണ് അതിൻ്റെ കൃത്യം ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ CCP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് അഗെയിൻ എ സ്റ്റെപ്പ് ഇൻ ഹസാർഡ്. ഓക്കെ, ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് HSCCP വരുന്ന ഒരു സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് വി കനോട്ട് കൺസിഡർ ദാറ്റ് ആസ് എന്താ പറയുക ഓൾ യൂണിറ്റ് ഓപ്പറേഷൻ ഓർ ദ പ്രോസസ്, ഒരു പ്രോസസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. HSCCPക്ക് അകത്ത് വരുന്ന അതിനുള്ളിൽ വരുന്ന സ്റ്റെപ്പാണ് CCP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നോട്ട് പർട്ടിക്കുലർലി ഇപ്പം എന്താണ് പറയുന്നത് ഹെൽത്ത് ഹസാർഡുമായിട്ട് അല്ലെങ്കിൽ ഓൾ യൂണിറ്റ് ഓപ്പറേഷൻസിനുമായിട്ട് അതിന് ബന്ധമില്ല. പിന്നെ വരുന്നത് EIA എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻ്റ് ആണ്. ദാറ്റ് ഇസ് ഫോർ അസസിങ് ദ പ്രൊജക്ട്സ്. ഓക്കെ, ഇഫ് ദേ ഹാവ് എനി എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. അപ്പം അത് നമുക്ക് കൂടുതലും എന്താണ് എൻവയോൺമെൻറ്റൽ അസസ്മെൻ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഫിഷ് പ്രോസസ്സിംഗുമായിട്ട് ഒരു ബന്ധവുമില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് BAP, ദാറ്റ് ഇസ് ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസസ്. ദാറ്റ് ഇസ് എഗെയിൻ എ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇൻ അക്വാകൾച്ചർ. അപ്പം അഗെയിൻ ഫിഷ് പ്രോസസ്സിംഗുമായിട്ട് അതിനും ഒരു കണക്ഷനുമില്ല. ആൻഡ് ദ റൈറ്റ് ആൻസർ ഫോർ അവർ ക്വസ്റ്റ്യൻ ഈസ് HACCP. ദാറ്റ് ഇസ് ഓൾ യൂണിറ്റ് ഓപ്പറേഷൻസ് ഓഫ് എ പ്രോസസ് ആർ സോ കൺട്രോൾഡ് so that will preclude any health hazard. എന്നുള്ള ഒരു preventive and safety measurement in the fish processing industry is HACCP only. And my last question, 12th question is the culture of blue mussel, that is Mytilus species, on rows of branches of trees or wooden poles set in mud perpendicular to the shore is known as എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് mussel culture ആണ്, and how it is practiced on rows of branches of trees or wooden poles and set in the mud perpendicular to the shore എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And the given options are raft culture system, rope culture system, bushed culture system and none of the above. And none of the above ഇട്ടേക്കുക. ബാക്കി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം all these are എന്താണ് mussel farming systems only, mussel farming methods only. And we are asked you about the particular methodology of placing them, culturing them on rows of branches of trees or wooden poles set in mud perpendicular to the shore. And the right answer, that is option C, that is bushed culture system. ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫാമിംഗ് മെത്തേഡാണ്, മസിൽ കൾച്ചർ മെത്തേഡാണ്. ഫ്രാൻസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ആൻഡ് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ വൂഡ്സ് അല്ലെങ്കിൽ പോൾസ് നമ്മൾ വെർട്ടിക്കലി മഡ് ഫ്ലാറ്റ്സിൽ ഇൻ്റർടൈഡൽ മഡ്സിൽ
വേർട്ടിക്കലി പ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ എന്താണ് റോപ്സിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്പാറ്റ്സിൻ്റെ അറ്റാച്ച് ചെയ്ത് കൾച്ചർ പ്രാക്ടീസ് മസിൽസിൻ്റെ വരുന്നത്. ബാക്കി ഇപ്പം റാഫ്റ്റ് ആൻഡ് റോപ്പ് കൾച്ചർ ഒക്കെ എടുക്കുവാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ദീസ് ആർ നോട്ട് അറ്റ് ഓൾ പ്രാക്ടീസ്ഡ് ഇൻ മഡ് ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ഇന്റർടൈഡൽ മഡ് ഏരിയാസിലൊന്നും അല്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓപ്പൺ അല്ലെങ്കിൽ ഡീപ്പ് വാട്ടേഴ്സിലൊക്കെയാണ് അതിൻ്റെ പ്രാക്ടീസസ് മെയിനായിട്ട് വരുന്നത്. അപ്പം റാഫ്റ്റ് കൾച്ചർ, റോപ്പ് കൾച്ചർ എന്ന് പറയുമ്പം എഗെയിൻ റാഫ്റ്റ് അല്ലെങ്കിൽ പോൾസ് യൂസ് ചെയ്ത് ഹാങ് ഓൺ ചെയ്യുവാണ്. റോപ്സിൽ സ്പാൻസിനെ ഹാങ് ഓൺ ചെയ്ത് കൾച്ചർ ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ് റോപ്പ് കൾച്ചർ എന്ന് പറയുമ്പോൾ ലോങ് ലൈൻസ് 2 എൻഡിൽ ആങ്കർ ചെയ്ത് ലോങ് ലൈൻസിലാണ് സ്പാൻസിനെ അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് റോപ്പിലാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് റാഫ്റ്റ് ആൻഡ് റോപ്പ് കൾച്ചർ. ആൻഡ് ദീസ് ഹാവ് നോ റിലേഷൻ വിത്ത് ദ ഇന്റർടൈഡൽ മഡ് ഫ്ലാറ്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എസ്പെഷ്യലി ബുഷഡ് കൾച്ചറാണ്. അവിടെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഡ് ഫ്ലാറ്റ്സിൽ നമ്മൾ വെർട്ടിക്കൽ പോൾസ് കീപ്പ് ചെയ്ത് അവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. റോപ്സിൽ മസിൽസിനെ അറ്റാച്ച് ചെയ്താണ്. ആൻഡ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ ഉള്ളി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബുഷഡ് കൾച്ചർ ചെയ്യുന്നത്. ആൻഡ് ആർ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, bushid culture. That is the mussel culture practice or mussel farming method used in mudflat areas, intertidal muddy areas. Okay, so that's all about our previous year question and answer discussion. So we'll continue in the next section, and thank you.